ഷാലോം നൈറ്റ് വിജിലിലൂടെ നമ്മുടെ കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷാലോം ശുശ്രൂഷകനായ ഡൊമിനിക് സാവിയോ ബ്രദറാണ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് കഴിഞ്ഞ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ ഇന്നും ജീവിക്കുന്നവനാണ് എന്ന ചില തെളിവുകൾ നൽകുന്നതിൻ്റെ അടയാളങ്ങളാണ്, അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഏതാനും കത്തുകൾ, ധാരാളം കത്തുകൾ ഇതിനോടകം വന്നിരുന്നു. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഏതാനും ചില കത്തുകളാണ്, പരിശുദ്ധാത്മാവ് നൽകിയ ചില കത്തുകളാണ് നമ്മൾ വായിക്കുക. നമുക്കറിയാം, ഒരുപക്ഷെ ചിലപ്പം മനുഷ്യൻ വിചാരിക്കും, ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്നൊക്കെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടാകും. എന്നാൽ യാക്കോബ് സ്ലീഹയുടെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ തുടർന്നിങ്ങനെ കാണുന്നത്, 16-17 തിരുവചനത്തിൽ കാണുന്നത്, ഏലിയ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു, മഴ വന്നില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, ആകാശം തുറന്നു, മഴ വന്നു. ഒരു സാധാരണ മനുഷ്യനായ ഏലിയായുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ തന്നെ സാധാരണ മനുഷ്യർ വിശ്വാസത്തോടെ ഈ ഹാളിൽ വന്നിരുന്നു പ്രാർത്ഥിച്ചു. അമേരിക്കയിലും ബാംഗ്ലൂരിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം ഇറങ്ങി വന്ന ചില അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിശ്വാസത്തോടെ നമുക്ക് ഈ സെഷനിലേക്ക് കടക്കാം. ആദ്യത്തെ കത്ത് എറണാകുളത്തു നിന്നും മോളി ജോസഫ് എന്ന ഒരു സഹോദരി എഴുതിയ ഒരു സാധാരണ കത്താണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും അവിടുന്ന് നൈറ്റ് വിജിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ സ്ഥിരമായി നൈറ്റ് വിജിൽ കാണുകയും അതിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ മകൾക്ക് ഒരു വീടിന് അഡ്വാൻസ് കൊടുത്തിട്ട് 4 വർഷമായിരുന്നു. പലവിധ കാരണങ്ങൾ മൂലം ആധാരം നടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുമൂലം ഞാനും എൻ്റെ മോളും ഒരുപാട് വേദനിച്ചിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ നൈറ്റ് വിജിലിൽ എൻ്റെ മകളുടെ വീടിൻ്റെ ആധാരം നടന്നു കിട്ടുന്നതിന് പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഏപ്രിൽ മാസം തന്നെ ആധാരം നടന്നാൽ ഞാൻ നൈറ്റ് വിജിലിൽ എഴുതി അറിയിക്കാമെന്ന് ഈശോയോട് പറഞ്ഞു. ആധാരം നടക്കാൻ ഒരു സാധ്യതയും ഇല്ലായിരുന്നു. എന്നാൽ വളരെ അത്ഭുതകരമായി വീടിൻ്റെ ഉടമസ്ഥർ വരികയും കഴിഞ്ഞ ഏപ്രിൽ 9-ന് കാരുണ്യവാനായ ദൈവം ആധാരം നടത്തുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 4 വർഷത്തോളമായിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടും യാതൊരു മൂവ്മെൻറ്റുമില്ലാതെ ബ്ലോക്കായി കിടന്ന ആ പ്രശ്നത്തിൽ ഒരു രാത്രിയിൽ ഒരമ്മ തൻ്റെ മകളുടെ വേദനയെ ഈശോയുടെ കരങ്ങളിൽ കൊടുത്തു പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ആ തടസ്സം മാറ്റി അവരുടെ ജീവിതത്തിൽ ഇടപെട്ട അത്ഭുത സാക്ഷ്യമാണ് കേട്ടത്. യെശയ്യാ 52:12 ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഹല്ലേലൂയ. ഈ ദൈവം നമ്മുടെ മുൻപിൽ നടക്കുന്ന, നമ്മുടെ പിൻപേ നടക്കുന്ന കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പാട്ടുപാടി ദൈവത്തിന് മഹത്വം നൽകി ആരാധിക്കാം. കൈകളടിച്ച് പാടാം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദി. നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദി. അടുത്ത കത്ത് ഓസ്ട്രേലിയയിൽ നിന്നും ലിസമ്മ തോമസ് എഴുതുന്ന സാക്ഷ്യം. ഞങ്ങളുടെ ചിറ്റപ്പൻ്റെ മകൻ്റെ വിവാഹം നടക്കാത്തതിൽ ഞങ്ങൾ എല്ലാവരും ഏറെ വിഷമത്തിലായിരുന്നു. 30 വയസ്സിലേറെ പ്രായമുള്ള അവന് നാളുകളായി പല ആലോചനകൾ വന്നെങ്കിലും ഒന്നും ശരിയായില്ല. ഈ അവസ്ഥയിൽ ചിറ്റപ്പനോടും കുടുംബത്തിലുള്ളവരോടും ഷാലോം നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഉപദേശിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തോടൊപ്പം ഇവൻ്റെ വിവാഹ കാര്യവും ഒരു പേപ്പറിൽ എഴുതി വെച്ചുകൊണ്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ മുമ്പിൽ വെച്ച് നൈറ്റ് വിജിൽ ആരാധനയിൽ പങ്കുചേർന്നു.
കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ നൈറ്റ് വിജിൽ ആരാധനയുടെ മധ്യേ ഒരു ഫോൺ കോൾ നാട്ടിൽ നിന്നും വന്നു. അസമയത്തുള്ള ഈ ഫോൺ കോൾ എന്നെ അത്ഭുതപ്പെടുത്തി. അത് എൻ്റെ ചിറ്റപ്പൻ്റെതായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മകൻ്റെ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ കല്യാണത്തിന് ക്ഷണിക്കുവാനാണ് ഫോൺ വിളിച്ചത്. ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ കർത്താവ് ഒരു നാളും കൈവിടുകയില്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കത്തിൻ്റെ പ്രത്യേകത ഓർക്കണം. ഈ സഹോദരി പ്രാർത്ഥിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ടാണ്. ആ സഹോദരി ചെയ്ത കാര്യം ഇതാണ്. ചിറ്റപ്പൻ്റെ കുടുംബത്തിലെ ഈ വിഷയത്തെ സ്വന്തം വിഷയമായിട്ട് എടുത്തുകൊണ്ട് ആ കുടുംബത്തെയും കൂടെ ഈ ദൈവാരാധനയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ എന്ത് ചെയ്തു? അവരൊന്നിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്, സർവശക്തനായ ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമാണ് ഇത് എന്ന്. ഒരു മാസം കൊണ്ട് വർഷങ്ങളായിട്ട് നടന്ന ആ ബ്ലോക്ക് കർത്താവ് എടുത്ത് മാറ്റിയതിനെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പാട്ടുപാടി ദൈവത്തിന് മഹത്വം നൽകാം. കൈകളടിച്ച് പാടാം. കൈകളൊന്ന് ഉയർത്തിയടിക്കാമോ? എന്റെ യേശുവെനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. കൈകൾ താത്തി. എന്റെ യേശുവെനിക്കു നല്ലവൻ, ബോധ്യത്തോടെ പാടാം. അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ബോധ്യത്തോടെ പാടാം. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മനമേ അവൻ മതിയായവൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുവചനം പ്രകാരം പറയുകയാണ്, എൻ്റെ അടുത്ത് വരുന്നതിനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. സ്നേഹമുള്ളവരെ, ഈ സാക്ഷ്യം എഴുതിയിരിക്കുന്നത് ബോംബെയിൽ നിന്നും ഒരു സഹോദരി എഴുതിയിരിക്കുന്ന ഒരു കത്താണ്. യേശുവിൽ പ്രിയ ശാലോം സഹോദരങ്ങൾക്ക്, എൻ്റെ മകൻ അഭിലാഷ് അമേരിക്കയിൽ IT ഫീൽഡിൽ ജോലി ചെയ്യുകയാണ്. H1B വിസയിലാണ് പോയത്. പുതിയ ഭരണകൂടത്തിൻ്റെ നിയമപ്രകാരം H1B വിസ കാലാവധി കഴിഞ്ഞാൽ പുതുക്കി കിട്ടുകയില്ല. ഉടനെ ഇന്ത്യയിലേക്ക് വന്നാൽ ഇവിടെയും ജോലിക്ക് പ്രയാസമാകും. മകൻ്റെ വിസയുടെ കാലാവധി ജൂണിൽ തീരുകയും അവൻ കുടുംബസമേതം തിരികെ വരേണ്ടി വരികയും ചെയ്യും. കമ്പനി H1 വിസ റിന്യൂ ചെയ്യാൻ കൊടുത്തു എങ്കിലും കിട്ടാൻ യാതൊരു ചാൻസുമില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ഈ വിഷയം മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസത്തെ നൈറ്റ് വിജിലിൽ TVയുടെ മുമ്പിൽ പ്രാർത്ഥനാ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. റിന്യൂ ചെയ്ത് H1B വിസ കിട്ടിയാൽ ശാലോമിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, മെയ് ആദ്യം തന്നെ H1B വിസ റിന്യൂ ചെയ്ത് കിട്ടി. ദൈവത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. അവൻ്റെ കൂട്ടുകാർക്ക് വളരെ അതിശയം തോന്നി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. യാതൊരു സാധ്യതയുമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ അമ്മ, ബോംബെയിലായിരിക്കുന്ന ഈ അമ്മ തൻ്റെ മകൻ്റെ ഈ പ്രശ്നത്തെ ഓർത്തുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ നൈറ്റ് വിൽ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചപ്പോൾ, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ലെന്ന് പറഞ്ഞ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവരെ അനുഗ്രഹിച്ച അനുഭവ സാക്ഷ്യമാണ്. ഈ വിശ്വാസത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്തിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ടുപാടി ദൈവത്തിന് മഹത്വം നൽകാം. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന്. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന്. ഹല്ലേലൂയ പാടിടാം, പാടിടാം യേശുവിനെ. ഹല്ലേലൂയ പാടിടാം, പാടിടാം യേശുവിനെ. സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും കർത്താവിന്. സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും കർത്താവിന്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്നുള്ള ഒരു വചനം നമുക്ക് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5:15 നമ്മൾ വായിക്കാറുണ്ട്. പ്രിയപ്പെട്ട, ഈ കത്ത് അതിനൊരു സാക്ഷ്യമാണ്. ഈ വചനത്തിനൊരു സാക്ഷ്യമായിക്കൊണ്ട് ഈ കത്ത് എഴുതിയിരിക്കുന്ന ചെന്നൈയിൽ നിന്നും പ്രീനി ലിൻസ് എന്ന സഹോദരി എഴുതിയിരിക്കുന്നു. ഞാൻ ചെന്നൈയിൽ നിന്നാണ് ഈ ലെറ്റർ എഴുതുന്നത്. ജൂൺ മാസം 2/6/2017 നടന്ന നൈറ്റ് വിജിലിൽ
എൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അത് നടന്നാൽ ജൂണിലാണ് പ്രാർത്ഥിക്കുന്നത്. അത് നടന്നാൽ ജൂലൈ 7/7/2017 നടക്കുന്ന നൈറ്റ് വിജിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഹൈപ്പോ തൈറോയിഡിൻ എന്ന അസുഖമായിരുന്നു. ജൂൺ 2 സ്കാൻ ചെയ്തപ്പോൾ മൾട്ടിപ്പിൾ ഹൈപ്പോ തൈറോയിഡിൻ എന്ന റിപ്പോർട്ട് വന്നു. എന്നാൽ ആ ദിവസം തന്നെ നടന്ന നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ ഞാൻ ഈ വിഷമം സമർപ്പിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച, അതായത് 5/6/2017 ഞാൻ ഹോസ്പിറ്റലിൽ പോയി CT സ്കാൻ എടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം നോർമലായി കാണപ്പെട്ടു. ഹാലലൂയ, ഹാലലൂയ. കൈകളടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹാലലൂയ. സ്നേഹമുള്ളവരെ, ഈ കത്ത് ഒരു അത്ഭുത രോഗശാന്തിയുടെ ഒരു സൗഖ്യമാണ്. കാരണം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം പ്രാർത്ഥനകൾ, ഒരുപക്ഷെ ഒരു അവിശ്വാസിക്ക്, ഒരു അന്ധവിശ്വാസിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാൽ വിശ്വാസത്തോടെ ഈ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ച് നമ്മുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവം ഈ അത്ഭുത സൗഖ്യം നൽകിയതിനെ ഓർത്ത് കരങ്ങളടിച്ച് നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാം. കൈകൾ ഉയർത്തിയടിക്കാമോ? ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം, എനിക്കായുസ്സു തന്നതി കോടാനുകോടി സ്തോത്രം കർത്താവേ. ആരാധിക്കാം, ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം, എനിക്കായുസ്സു തന്നതി കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? ആരാധിക്കാം, ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം, എനിക്കായുസ്സു തന്നതി കോടാനുകോടി സ്തോത്രം കർത്താവേ. സ്നേഹമുള്ളവരെ, വിവാഹം നടന്നു കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുമ്പോൾ ആരും ഒന്നും ചോദിക്കില്ല. എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഈ ചോദ്യങ്ങളുടെ എണ്ണം കൂടുമ്പോൾ മനുഷ്യൻ നിരാശ വരും. നമുക്കറിയാം, വിവാഹം ചെയ്തിട്ടും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടും മക്കളില്ലാത്തവരുടെ എണ്ണം ധാരാളമാണ് ഈ കാലഘട്ടങ്ങളിൽ. എന്നാൽ ലൂക്കാ സുവിശേഷം 1-25 അഭിഷേകമായി മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനഭാരം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചിരിക്കുന്നു. എലിസബത്ത് പറഞ്ഞതുപോലെ ഷിബു തങ്കച്ചൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എഴുതി അറിയിക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷങ്ങളായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഷാലോൺ TV-യിൽ നൈറ്റ് വിജിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി 2016 മെയ് 16 ഒരു ആൺകുഞ്ഞിനെ ദൈവം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഹാലേലൂയ. ഇവർ ചെയ്ത 2 കാര്യം. ഒന്ന്, അവർ ഷാലോൺ TV-യുടെ മുമ്പിൽ നൈറ്റ് വിജിൽ സംബന്ധിച്ചു പ്രാർത്ഥിച്ചു. ഹാലേലൂയ. പ്രാർത്ഥിക്കാൻ ഇടമായി ഷാലോൺ TV കർത്താവ് മാറ്റിയാണ്. ഹാലേലൂയ. എന്നാൽ അതേസമയം വീണ്ടും ചെയ്ത കാര്യമാണ്, പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തു, ചോദിക്കുകയും ചെയ്തു. 1, പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നു. 2, പ്രാർത്ഥിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അപേക്ഷ അയക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? 6 വർഷമായിട്ടും മക്കളില്ലാതെ ഇരുന്ന ആ ദമ്പതികളുടെ അപമാന ഭാരം നീക്കിക്കളയാൻ ഈശോ ചെയ്ത അത്ഭുതത്തെ ഓർത്ത് 2 കരങ്ങളും ഉയർത്തി കണ്ണുകൾ അടച്ച് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ. കർത്താവെ സ്തുതിക്കുന്ന ദൈവമേ, 2 കരങ്ങളും ഉയർത്തി ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ നന്ദി പറഞ്ഞു. ഹാലലൂയ, ഹാലലൂയ. ഒരു കത്തും കൂടെ സാക്ഷ്യം നമ്മൾ വായിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്നും മാത്യു എന്ന ഒരു സഹോദരൻ എഴുതിയൊരു കത്താണ്. എനിക്ക് 2016 ഓഗസ്റ്റ് മാസത്തിൽ ഷാലോം നൈറ്റ് വിജിൽ, അതായത് പെരുവണ്ണാമൊഴിയിലുള്ള ഷാലോം സെൻറ്ററിൽ, അതായത് ഈ കൂട്ടായ്മയിൽ ഇരുന്നു കൊണ്ട് വന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി സാധിച്ചു. ആ സമയത്ത് എൻ്റെ മകന് ഒരു നല്ല ജോലി ഓഫർ വന്നിരുന്ന സമയമായിരുന്നു. പക്ഷേ അവൻ നിലവിൽ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ ചേർന്നിട്ട് 6 മാസമേ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ആ കമ്പനിയിൽ നിന്നും മാറുവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവൻ്റെ നിലവിലുള്ള ശമ്പളവും പുതിയ ഓഫറിലെ ശമ്പളവും തമ്മിൽ ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന കമ്പനി തന്നെ അവന് ഈ 2 ലക്ഷം രൂപ കൂട്ടിക്കൊടുക്കാമെങ്കിൽ ഞാനത് നൈറ്റ് വിജിലിൽ
അടുത്ത മാസം തന്നെ നൈറ്റ് വിജിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അടുത്ത മാസം തന്നെ നിലവിലുള്ള കമ്പനി അവന് 2,40,000 രൂപ കൂട്ടി നൽകി. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി. ദൈവത്തിന് 1000 നന്ദി. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിന്റെ 22-ാം വചനം, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം വരും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. പ്രിയപ്പെട്ടവരെ, ഈ സെന്ററിൽ വന്നിരുന്ന് ബാംഗ്ലൂരിലായിരുന്ന സഹോദരൻ തൻ്റെ മകൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. നമുക്ക് കൈകളടിച്ച് പാട്ടുപാടി ദൈവത്തിന് മഹത്വം നൽകാം. ഹല്ലേലൂയ. ദൈവമേ, നീ എത്രയോ വലിയവനാണ്. ഈ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കൈകളടിച്ച് പാടാം. സങ്കീർത്തനം പാടി ഞാൻ ഇന്നെന്റെ കർത്താവിനെ സ്തുതിക്കും, ആത്മീയരാഗങ്ങളാൽ ഇന്നെന്റെ കർത്താവിനെ സ്തുതിക്കും. സങ്കീർത്തനം പാടി ഞാൻ ഇന്നെന്റെ കർത്താവിനെ സ്തുതിക്കും, ആത്മീയരാഗങ്ങളാൽ ഇന്നെന്റെ കർത്താവിനെ സ്തുതിക്കും. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കാം. ഈ നൈറ്റ് വിജിലും അതിലും വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഉയർത്തി സ്തുതിക്കാം. കുടുംബങ്ങളിലായിരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ ദൈവം, ഈ കേട്ട സാക്ഷ്യങ്ങൾ ചെയ്ത ദൈവം, ആ ദൈവം എന്റെ ദൈവമാണ്. ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഏറ്റവും എളിമയോടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ശാലോം ചോദിക്കുകയാണ്. ഈ സമയങ്ങളിൽ നമുക്കറിയാം, ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടു. ശാലോം TV കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ കുടുംബത്തിൽ ചെയ്ത അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. തീർച്ചയായിട്ടും ശാലോം ഏറ്റവും എളിമയോടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റവും വിനയത്തോടെ ചോദിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കുറച്ച് സമയം നമ്മൾ ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലിക്കൊണ്ട് ശാലോമിനെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ലോകം മുഴുവനും അങ്ങയുടെ വചനം എത്തിക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ സഭയിൽ അങ്ങ് ഉയർത്തിയ ശാലോം മിനിസ്ട്രിയെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകളെയും എല്ലാ ശുശ്രൂഷകരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. വളരെ പ്രത്യേകമായി ശാലോമിന്റെ നേതൃത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ജ്ഞാനവും സ്വർഗീയ സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എല്ലാവിധത്തിലുള്ള നാരകീയ ശക്തികളുടെ രഹസ്യവും പരസ്യവുമായ ഇടപെടലുകളിൽ നിന്നും ഈ മാധ്യമ ശുശ്രൂഷയെ അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് ഏക മനസ്സോടെ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ശാലോമിന്റെ മേൽ സ്വർഗീയ സംരക്ഷണം ലഭിക്കുവാൻ, ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, ജനകോടികൾക്ക് അനുഗ്രഹമായി മാറുവാൻ, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കണ്ണുകളടച്ച് ശാലോം TVയെയും ശാലോം ശുശ്രൂഷകളെയും എല്ലാം കണ്ടുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം ടെലിവിഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രോഗ്രാമുകളെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. കർത്താവായ യേശുവേ,
ഷാലോമിന്റെ 4 ചാനലുകളെയും അനുഗ്രഹിക്കണമേ. ഷാലോം വേൾഡിനെയും, ഷാലോം യൂറോപ്പിനെയും, ഷാലോം അമേരിക്കയെയും, ഷാലോം ഇന്ത്യയെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. എല്ലാ വിതരണ സംവിധാനങ്ങളെയും ഷാലോം ടെലിവിഷൻ സൗജന്യമായി വിതരണം ചെയ്യുന്ന എല്ലാ വിതരണ സംവിധാനങ്ങളെയും DTH കേബിൾ സംവിധാനങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഷാലോം ടെലിവിഷന് വേണ്ടി സാമ്പത്തികമായി സംഭാവന നൽകി സഹായിക്കുന്ന എല്ലാ SP അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. ഷാലോമിന്റെ എല്ലാ പ്രേക്ഷകരെയും പരിശുദ്ധാത്മാവേ അവിടുന്ന് നിറയ്ക്കണമേ, അവിടുന്ന് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മളെ 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഒരു പുതിയ കാറ്റ്, അഭിഷേകത്തിന്റെ കാറ്റ് ഷാലോം ടെലിവിഷന്റെ മേലും നിറഞ്ഞ് വീശുവാൻ വേണ്ടി 2 കരങ്ങളെയും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ അഭിഷേകം നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് പാടാം, കൈകളടിച്ച് പാടി ആരാധിക്കാം. ഒരു പുതിയ അഭിഷേകം നിറയട്ടെ. വിശുദ്ധ കാറ്റ് അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുവാൻ. വിശുദ്ധ കാറ്റ് ആത്മാവ സ്നാനം നൽകിടുവാൻ. ശാലയ മാറ്റിടണേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വിശുദ്ധ കാറ്റ് അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുവാൻ. വിശുദ്ധ കാറ്റ് ആത്മാവ സ്നാനം നൽകിടുവാൻ. ശാലയ മാറ്റിടണേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വീണ്ടും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഷാലോമിന്റെ എല്ലാ പ്രസിദ്ധീകരണ ശുശ്രൂഷകളെയും ജനകോടികൾക്ക് ഒരനുഗ്രഹമാക്കി മാറ്റണമേ. ഷാലോം ടൈംസ് മലയാളം, ഇംഗ്ലീഷ്, തമിഴ് പതിപ്പുകളെ, ജർമ്മൻ പതിപ്പിനെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഷാലോമിന്റെ പ്രസിദ്ധീകരണ വിഭാഗമായ സോഫിയയെ അനുഗ്രഹിക്കണമേ. വളരെ പ്രത്യേകമായി സഭകളുടെ ഐക്യത്തിനായി അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയ, അവിടുന്ന് ഞങ്ങൾക്കായി നൽകിയ സൺഡേ ഷാലോമിനെ അനുഗ്രഹിക്കണമേ. ഷാലോമിന്റെ എല്ലാ വായനക്കാരെയും ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. സഭയോടുള്ള സ്നേഹത്തിൽ വളർത്തണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഷാലോം പ്രസിദ്ധീകരണങ്ങളുടെ എല്ലാ വിതരണ സംവിധാനങ്ങളെയും പോസ്റ്റൽ RMS സംവിധാനങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഷാലോം പ്രസിദ്ധീകരണങ്ങള് വിതരണം ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ഏജന്റുമാരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഓരോ ലേഖനങ്ങളെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സ്നേഹമുള്ളവരെ, ഒരു അത്ഭുത സന്തോഷ വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണും. ജൂൺ 15-ാം തീയതി ഇവിടെ നിന്നും നമ്മുടെ ഷാലോമിന്റെ റേഡിയോ, ഷാലോം വെബ് റേഡിയോ ആരംഭിച്ച പേരും നിങ്ങൾ അറിഞ്ഞു കാണും. അതുകൊണ്ട് പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, വെബ് മിനിസ്ട്രിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഷാലോമിന്റെ ഹെൽത്ത് കെയർ
നമുക്കറിയാം ഈശോ ഒരുപാട് രോഗികളെ തൊട്ട് സുഖപ്പെടുത്തിയ ഒരു അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശാലോമിൻ്റെ ഹെൽത്ത് കെയർ മിനിസ്ട്രിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിദേശ ശുശ്രൂഷകളെയെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങൾ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കാരുണ്യം. അതുപോലെ തന്നെ ശാലോമിൻ്റെ ഫോർമേഷൻ സെൻറ്റർ ഒരുപാട് വിശ്വാസ പരിശീലനം കൊടുത്തുകൊണ്ട് ലോക സുവിശേഷ വൽക്കരണത്തിനായി ഒരുപാട് ദൈവിക മക്കളെ വാർത്തെടുക്കുവാൻ തക്ക തരത്തിൽ ശാലോമിൻ്റെ ഫോർമേഷൻ സെൻറ്ററിന് നമുക്ക് ദൈവകരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ 2 കരങ്ങളും ഈശോയുടെ മക്കളെ കൊടുക്കാം, ഉയർത്താം. ദൈവമേ, ശാലോം റേഡിയോ വെബ് റേഡിയോയാണ്. വെബ്സൈറ്റിലൂടെ കർത്താവേ, അനവധി മക്കൾ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങയുടെ വചനം കേൾക്കാൻ ഇടവരുത്തണമേ. ശാലോം ഹെൽത്ത് കെയറിനെ അനുഗ്രഹിക്കണമേ. ശാലോമിൻ്റെ എല്ലാ മാധ്യമ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതുപോലെയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലൂടെയുള്ള എല്ലാ പ്രക്ഷേപണ ശുശ്രൂഷകളെയും നമുക്ക് ഈശോയുടെ കരങ്ങളെ കൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ വിദേശ ശുശ്രൂഷകളെയും കൊടുക്കാം. കർത്താവേ, ശാലോമിൻ്റെ എല്ലാ ഔട്ട്റീച്ച് ശുശ്രൂഷകളെയും കൊടുക്കാം. ശാലോമിൻ്റെ ഓഫീസ് സംവിധാനങ്ങളെ കൊടുക്കാം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൽ നയിക്കണമേ. ശാലോവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. ഈ രാത്രിയിൽ ശാലോ ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സകല ജീവിതങ്ങൾക്കായി നമ്മുടെ 2 കരങ്ങളെയും ഉയർത്താം. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് സ്വതന്ത്രമായെന്ന് സ്തുതിക്കാം. സ്വതന്ത്രമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത്ഭുത ശക്തി ശാലോമിന്റെ മേല് കർത്താവിന്റെ ശക്തി പതിക്കുന്നത് കണ്ടുകൊണ്ട് ഇതാ ഇടിമിന്നൽ പോലെ സാത്താൻ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. ശാലോം ശുശ്രൂഷക്കെതിരെ പ്രബലപ്പെടുന്ന അന്ധകാര കോട്ടകള് യേശുവിന്റെ നാമത്തിന്റെ ശക്തി അക്ഷീണമായി മാറിപ്പോവാൻ 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കാമോ? ശാലോമിന്റെ വിദേശ ശുശ്രൂഷകളെ ഉയർത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തം ശുശ്രൂഷയായിരുന്നു മാറ്റപ്പെടട്ടെ. യേശുവേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ശാന്തമായിരിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.